ഹായ് ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റൈൽ യൂണിയനിലാണ്, ഹൈലൈറ്റ് മാളിലാണുള്ളത്. ഇവിടേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻസും ഞാനൊരു ഉടുപ്പ് നോട്ടിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇവിടെ കുർത്താസൊക്കെ ഉണ്ട്, ടോപ്സ് ആയാലുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി. അപ്പോൾ ചെറിയ സങ്കടമൊക്കെ ആയി. വിചാരിച്ച സാധനം കിട്ടാത്ത കാരണം കണ്ണിൽ കാണുന്നതൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഫോമൽ വെയറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ജില് സാധനം കണ്ടത്. പക്ഷെ ഞാൻ മോൾക്ക് ഇങ്ങനത്തെ ഒന്നും വാങ്ങി കൊടുക്കാറില്ല. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ വാങ്ങാറുള്ളൂ. പിന്നെ നൈറ്റ് വെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി മെറ്റീരിയലാണ്, നല്ല അഫോർഡബിൾ ആയിരുന്നു. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ കോമ്പാറ്റ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ നമ്മുടെ ഷെയ്ഡിന് കിട്ടൽ ഇത്തിരി ടാസ്ക്കാണ്, കാരണം അധികം ഓപ്ഷൻസ് ഇല്ല. പക്ഷെ കിട്ടിയ അടിപൊളിയാണ്. നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള മേക്കപ്പ് നമുക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ നമ്മളവിടെ നിന്ന് ചെക്കി പറിക്കാൻ നടന്നപ്പോൾ 199 ഉള്ള ഇയറിംഗ് സെറ്റുകളൊക്കെ കണ്ടു. അതും നല്ല കളക്ഷൻസ് ആയിരുന്നു. കുറേയൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ എനിക്കിപ്പോൾ അത് വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ എടുത്തുമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ളതും അതുപോലെ ഒരു പ്രത്യേക വൈബ് തരുന്ന കുറേ ഇയറിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഓരോന്നോരോന്ന് നമ്മളെടുത്ത് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് പെണ്ണായി പോയില്ലേ വർഗം. എങ്ങനെയാണ് സമയം പോകണമെന്നറിയില്ല. ഇതൊക്കെ ഇങ്ങനെ തപ്പി 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 ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു സാധനമാണ് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പോയി കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെയും നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി എവിടെയെങ്കിലും മുക്കിലും മൂലയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഡ്രസ്സ് ഉണ്ടാവുമോ എന്നറിയാൻ. പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് ഈ ഒരു വൈറ്റ് ഗൗൺ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാനത് എടുത്തില്ല. പിന്നെ ആ 99 കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റിയ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വൻ ലാഭമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ എത്നിക് വെയേഴ്സിൽ പോയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്നാലും ഒന്ന് രണ്ടെണ്ണമൊക്കെ കൊള്ളായിരുന്നു. നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്താസൊക്കെ ഉണ്ടായിരുന്നു, കുർത്ത സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മോളും ആൾ നന്നായി കോപ്പറേറ്റ് ചെയ്തു. അത് കാരണം കുഴപ്പമില്ല. കോട്ട് സെറ്റുകൾ നല്ല കളക്ഷനായിരുന്നു. അതിൽ നമ്മൾ ഒരെണ്ണം എടുക്കുകയും ചെയ്തു. ഈ ഷർട്ടും അതിൻ്റെ പെയറായിട്ട് നമ്മൾ ഈ പാൻറ്റും എടുത്തു. പിന്നെ നമ്മൾ ഇറങ്ങണ നേരത്താണ് ഈ ഒരു ഫ്രോക്ക് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. ഇതിലത്തെ കഴുത്തിലത്തെ വർക്കൊക്കെ സിമ്പിളാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഹാൻഡ് വർക്കാണെന്നാണ് പറഞ്ഞത്. അതിനുള്ള റേറ്റും ഉണ്ടായിരുന്നു. ഇതും അതേ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്ക്, പക്ഷെ എന്തോ ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും എടുത്തില്ല. പിന്നെ എടുത്ത കോട്ട് സെറ്റ് എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ നിന്നു. അങ്ങനെ ആ കലാപരിപാടിയും കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.